ഹായ് കേസ് ആമിനി മറിയും കരിങ്കുളത്താണ്ടിൽ ഒത്തുകൂടിയ വിശേഷങ്ങളാണ് കേട്ടോ. മറിയാത്താൻ്റെ അമ്മായിമ്മ പോര് ആമിനാക്ക് കൊടുത്ത വിശേഷങ്ങളാണ് കേട്ടോ. നമുക്ക് സന്തോഷം അഭിനയിച്ചോ സന്തോഷത്തോളം എന്താ റബ്ബി ഞാനീ കാണുന്നത് എന്റെ കുട്ടിയാണ് ആമിനി മരോളും കീരിയും പാമ്പല്ലേ ഉള്ളൂ. ഇതൊക്കെ ശരിയെന്നെ എന്റെ മരോളി മാണം കെട്ടിപ്പിടിച്ച ഒരു ഉമ്മ കൊടുക്കാൻ എന്റെ മരോള് എന്റെ മരോളെ ഇജ്ജ് പഠിപ്പിച്ചു തന്നിട്ട് അപ്പൊ ഞാൻ ഇങ്ങനെ ആയത്. എന്റെ കുട്ടി നന്നായിക്കുന്നുണ്ടോ? നല്ലോണം നന്നായിക്കോളൂ. ചൊർക്ക് വെച്ച് കുടിച്ച് എന്റെ മനസ്സ് നന്നായിട്ടാണേ. മനസ്സ് നന്നായപ്പോ ചൊർക്ക് വെച്ചു മരോള് ചൊർക്ക് വെച്ചു. അല്ല ഇവളിപ്പോ പൈസ മേടിച്ചത് നല്ല ജോലിക്കാരത്തി എന്ന് പറയുന്നു. പൈസ മേടിച്ചാൽ മാത്രല്ല അത് കിട്ടിയ എന്റെ അടുത്ത കൊടുത്തില്ല. അത് മാത്രം പൈസ പുതിയ മാലയൊക്കെ വാങ്ങി തന്നിട്ടുള്ളൊരു ഇതൊക്കെ ബർത്ത്ഡേക്ക് വാങ്ങി തന്നതമ്മ. ഞാൻ എന്റെ കുട്ടിക്ക് ഓരോ ഡ്രസ്സിക്ക് അനുസരിച്ചത് വാങ്ങിക്കൊടുക്കും. ബർത്ത്ഡേക്കൊക്കെ ഓരോ സ്വർണ്ണത്തിന്റെ വാങ്ങിക്കൊടുക്കും. അല്ലാതെ മറ്റേ ഡ്രസ്സിക്കൊക്കെ ഇഷ്ടപ്പെട്ട അതേമായിട്ടുള്ള മോഡൽ സെറ്റാക്കി വാങ്ങിക്കൊടുക്കും. പഠിച്ചാൻ പോകല്ലോ. അല്ല ഇപ്പൊ ജോലിക്കല്ലേ പഠിച്ചാൻ പോകല്ലോ. പിന്നെ കാര്യം പറഞ്ഞു കേട്ടോ, പൈസ ഒക്കെ ഒന്ന് ചോദിക്കരുത് കേട്ടോ. എന്റെ അക്കൗണ്ടിൽ കുട്ടിയെ ആ മറിയ പറയണൊക്കെ പാടിന് മെസ്സേജ് ചെയ്തിട്ടോ. മറിയ എൻ്റെ അടുത്ത് ഒന്ന് പറയും ഓളെ മരുവളർത്തി പോയിട്ട് പറയും. അതൊന്നും മരകുട്ടി വിചാരിച്ചത് ഒന്നും ആ നമ്മൾ ചിരിച്ച് ചിരിച്ച് ഞാൻ നിന്ന് കൊടുത്താൽ മതി. ഒക്കെ സന്തോഷമായിക്കോട്ടെ. പക്ഷെ ഉള്ളിൽ കേട്ടോ നമുക്ക് എന്നാ മറിയ എൻ്റെ മരുവളെന്ന് കണ്ടിട്ട് വന്നാലോ? നമ്മൾ ചില കണ്ടിട്ടില്ലല്ലോ. നല്ല സുന്ദരി കുട്ടിയായിക്കൂടല്ലോ. അല്ല അപ്പൊ എന്തൊക്കെ ഈ പഠിപ്പൊക്കെ കഴിഞ്ഞോ? ജോലി കിട്ടിയോ? മരുത്ത കൊടുക്കുക നല്ല കുട്ടി അങ്ങനെ തന്നെ വാട്ടോ. എൻ്റെ അമ്മ കാരണം ഞാനും കൂടി നന്നായത്. എൻ്റെ ജിസ്മോളെ ഞാൻ പഠിച്ചാൻ പറഞ്ഞയച്ചു, ജോലി കിട്ടി. ഇപ്പൊ ഓളുണ്ടല്ലോ ശമ്പളം കിട്ടി അത് ഉമ്മാന്റെ കയ്യിലും കൊടുക്കുക. അങ്ങനെ തന്നെ വാട്ടോ. നല്ല കുട്ടി. ഉമ്മാന്റെ കുട്ടി ഞാൻ പറഞ്ഞ തിരിച്ചൊന്നും മാറ്റട്ടോ. ഷഡ്ഡി കീറിയ കഥ മറിയ കേക്കണ്ട. ഉമ്മാന്റെ കുട്ടിക്ക് നല്ല ഷഡ്ഡി നോക്ക്, നല്ല ഷഡ്ഡില്ലേ മറിയ കേക്കണ്ട മളെ. ഞാൻ നല്ലോണം കുറെ അട്ടിക്ക് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞതാണ് ഓളോട്. ഞാൻ മറിയ കേട്ട മോശല്ലേ. ആ കുട്ടിക്ക് പുതിയ ഷഡ്ഡി എടുത്ത് കൊടുത്താ ടൗണിക്കൊന്നും പോണ്ട. അപ്പൊ എന്താ ടൗണിക്ക് പോയാ പോണ്ട പറഞ്ഞില്ലേ? അപ്പൊ എനിക്ക് പോകേണ്ട ആവശ്യമുണ്ട്. ബുക്ക് സ്റ്റാളിൽ പോയി ബാഗ് വാങ്ങണം, പെൻസിൽ വാങ്ങണം. അതൊക്കെ നമുക്ക് പിന്നെ വാങ്ങാം. ബേബിയോ? അതിന് എന്റെ അമ്മയല്ലേ വീട്ടില്. പിന്നെന്തിനാ പേടിക്കണത്? കുട്ടിക്ക് ABCD പഠിക്കണ്ടേ? വേണ്ട. ഇംഗ്ലീഷിൽ സംസാരിക്കണ്ടേ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ഇടുക.